ഹായ്, നമസ്കാരം. ശ്രീ സായി സച്ചരിതം അധ്യായം 38. ബാബയുടെ പാചകപാത്രം, ക്ഷേത്രങ്ങളോടുള്ള അവഗണന, കൂട്ടിക്കലർത്തിയ ഭക്ഷണം, ഒരു കോപ്പ മോര്. കഴിഞ്ഞ അധ്യായത്തിൽ ചാവടി എഴുന്നള്ളിപ്പിനെ വിവരിച്ചു. ഈ അധ്യായത്തിൽ ബാബയുടെ പാചകപാത്രത്തെയും മറ്റു കാര്യങ്ങളെയും സംബന്ധിച്ചു പറയാം. മുഖവുര. സമസ്ത ജീവജാലങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്ത് ഭക്തന്മാർക്ക് ക്ഷേമം വരുത്തി തൻ്റെ പാതാരവിന്ദങ്ങളെ ശരണം പ്രാപിച്ചവരുടെ സകല ദുരിതങ്ങളും തീർത്തു വിരാജിക്കുന്ന അനുഗ്രഹീതനായ സദ്ഗുരു സായിയെ ഞങ്ങൾ പ്രണമിക്കുന്നു. സ്വതവേ ദയാപരനും ശരണാഗതരെ സംരക്ഷിക്കുന്നവനും ആയ അങ്ങ് ഭക്തന്മാരുടെ ആഗ്രഹപൂരണത്തിനായും അവർക്ക് നന്മ വരുത്താനും വേണ്ടിയാണ് ഭൂമിയിൽ അവതരിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ ദ്രാവക രൂപത്തിലുള്ള അന്തസാരത്തെ ബ്രഹ്മത്തിൻ്റെ മൂശയിലൊഴിച്ച് വാർത്തതിനാലാണ് ഋഷീശ്വരന്മാരിലെ ചൂടാമണിയായ സായി ഉടലെടുത്തത്. ഈ സായി ആത്മരാമൻ തന്നെയാണ്. തികഞ്ഞ ദൈവീകാനന്ദത്തിൻ്റെ ആവാസസ്ഥാനമാണ് അദ്ദേഹം. ജീവിതത്തിൻ്റെ പരമോദ്ദേശ്യം സാധ്യമായ അങ്ങ് ഭക്തന്മാരെ നിസ്സംഗരും സ്വതന്ത്രരുമാക്കി മാറ്റുന്നു. ബാബയുടെ പാചകപാത്രം. വ്യത്യസ്ത യുഗങ്ങൾക്ക് വ്യത്യസ്ത സാധനകളാണ് വേദകൽപിതം. കൃതയുഗത്തിൽ തപസ്സും, ത്രേതായുഗത്തിൽ ജ്ഞാനവും, ദ്വാപരയുഗത്തിൽ യജ്ഞവും, കലിയുഗത്തിൽ ദാനവുമാണ് നിർദ്ദിഷ്ട സാധനങ്ങൾ. ദാനങ്ങളിൽ ശ്രേഷ്ഠം അന്നദാനമാണ്. ഉച്ചഭക്ഷണം കിട്ടാഞ്ഞാൽ നാം എല്ലാം പരിഭ്രമിക്കുന്നു. മറ്റു ജീവജാലങ്ങളും ഇതേപോലെ തന്നെയാണ്. ഇക്കാര്യമറിഞ്ഞ് ദരിദ്രർക്കും വിശക്കുന്നവർക്കും ഭക്ഷണം കൊടുക്കുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠനായ ദാതാവും ധർമ്മിഷ്ഠനും. തൈത്തരീയ ഉപനിഷത്തിൽ പറയുന്നത് നോക്കുക. അന്നം ബ്രഹ്മമാണ്. അന്നത്തിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നു. ജനിച്ചു കഴിഞ്ഞാൽ അന്നം കൊണ്ട് അവ ജീവിക്കുന്നു. മരണശേഷം അന്നമായി തന്നെ അവ വീണ്ടും മാറുന്നു. നമ്മുടെ വാതിൽക്കൽ ഉച്ചയ്ക്ക് ഒരതിഥി വന്നാൽ അയാളെ സ്വീകരിച്ച് ഭക്ഷണം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. മറ്റു തരത്തിലുള്ള ദാനധർമ്മങ്ങളായ വസ്ത്രദാനം, ദ്രവ്യദാനം മുതലായവയിൽ ചില വിവേചനങ്ങളൊക്കെ ആവശ്യമാണെങ്കിലും അന്നദാനത്തിന് ആളെ നോക്കേണ്ടതില്ല. ആരു തന്നെ മധ്യാഹ്നത്തിൽ വാതിൽക്കൽ വന്നാലും അന്നം കൊടുക്കണം. മുടന്തനും കുരുടനും രോഗിയുമാണെങ്കിൽ അവർക്ക് മുൻഗണന കൊടുക്കണം. ശരീരബലമുള്ളവർക്കും ബന്ധുക്കൾക്കും പിന്നീട് കൊടുത്താൽ മതി. ആദ്യത്തെ തരത്തിലുള്ളവരെ ഊട്ടുന്നതിനുള്ള നേട്ടം രണ്ടാമത്തെ തരക്കാരെ ഊട്ടുന്നതിനില്ല. അന്നദാനരഹിതമായ ഏതു ദാനവും ചന്ദ്രനില്ലാത്ത നക്ഷത്രങ്ങൾ പോലെയും, മകുടമില്ലാത്ത കിരീടം പോലെയും, പതക്കമില്ലാത്ത ഖണ്ഡാഭരണം പോലെയും, താമരയില്ലാത്ത കുളം പോലെയും, ഭക്തിയില്ലാത്ത ഭജന പോലെയും, കുങ്കുമമില്ലാത്ത സുമംഗലി പോലെയും, മധുരമില്ലാത്ത പാട്ടുപോലെയും, ഉപ്പിടാത്ത മോരു പോലെയും അപൂർണമാണ്. അന്നദാനമാണ് എല്ലാ സത്കർമ്മങ്ങളിലും വെച്ച് വിശിഷ്ടം. ഇനി നമുക്ക് ബാബ എപ്രകാരം ഭക്ഷണം തയ്യാറാക്കി വിതരണം ചെയ്തുവെന്ന് നോക്കാം. ബാബയ്ക്ക് വളരെ കുറച്ച് ഭക്ഷണമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ എന്നും അതുതന്നെ കുറച്ചു വീടുകളിൽ നിന്ന് യാചിച്ചു വാങ്ങുകയാണ് പതിവെന്നും മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ എപ്പോഴെങ്കിലും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം എന്ന് തോന്നിയാൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ ഏർപ്പാടുകളും അദ്ദേഹം തന്നെയാണ് ചെയ്യുക. ഇതിൽ ആരെയും ആശ്രയിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യില്ല. ആദ്യം സ്വയം ബസാറിൽ പോയി ധാന്യങ്ങൾ, മാവ്, കുരുമുളക്, ഏലം, പട്ട മുതലായവയെല്ലാം കാശു കൊടുത്തു വാങ്ങും. അരയ്ക്കലും സ്വയം ചെയ്യും. മസ്ജിദിന്റെ തുറന്ന മുറ്റത്ത് ഒരു വലിയ അടുപ്പ് കൂട്ടി തീ കത്തിച്ച് ഒരു വലിയ പാത്രത്തിൽ പാകത്തിനുള്ള വെള്ളമൊഴിച്ച് അടുപ്പത്ത് വയ്ക്കും. 2 തരത്തിലുള്ള പാത്രങ്ങളാണ് ഉള്ളത്. ഒന്ന് വലുതും മറ്റേത് ചെറുതും. വലുത് 100 പേർക്കും, ചെറുത് 50 പേർക്കും മതിയാവും. ചിലപ്പോൾ പായസവും ചിലപ്പോൾ ഇറച്ചി കൊണ്ടുള്ള പുലാവും തയ്യാറാക്കും. ചിലപ്പോൾ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് മാവ് ചെറുതായി ഉരുട്ടിയോ പരത്തിയോ ഇട്ടുകൊടുക്കും. കുരുമുളക്, ഏലം, പട്ട മുതലായവ കല്ലിന്മേൽ വെച്ച് പൊടിച്ച് പാത്രത്തിലിടും. ഭക്ഷണം രുചികരമാക്കാൻ വേണ്ടതെല്ലാം അദ്ദേഹം ചെയ്യും. ചിലപ്പോൾ അമ്പിൾ എന്ന പലഹാരമുണ്ടാക്കി ഭക്ഷണശേഷം എല്ലാവർക്കും കൊടുക്കും. ഭക്ഷണം വേണ്ട പോലെ വേവായോ എന്ന് നോക്കാൻ ബാബ കഫ്നിയുടെ കൈ തെറുത്തു കയറ്റി നഗ്നമായ കൈ തിളയ്ക്കുന്ന ഓട്ടുപാത്രത്തിലിട്ട്
ഒട്ടാകെ ഇളക്കി മറിച്ച് പാകപ്പെടുത്തു. കൈ പൊള്ളുകയോ അതിൽ ഭീതനാവുകയോ ചെയ്യില്ല. വെപ്പ് കഴിഞ്ഞാൽ ബാബ പാത്രങ്ങൾ മസ്ജിദിൽ കയറ്റിവെച്ച് ഭക്ഷണം ഒരു മൗലവിയെ കൊണ്ട് പരിശുദ്ധമാക്കിക്കും. ആദ്യം മാലാസപതിക്കും താത്യ പട്ടേലിനും ഓരോ ഭാഗം പ്രസാദമായി കൊടുത്തയക്കും. ബാക്കി സ്വന്തം കൈകൊണ്ടു തന്നെ ദരിദ്രന്മാർക്കും നിസ്സഹായർക്കും വേണ്ടുവോളം വാരിക്കൊടുക്കും. അങ്ങനെ ബാബ തന്നെ വിളമ്പിക്കൊടുത്ത അന്നം കഴിക്കാൻ കഴിഞ്ഞ ജനങ്ങൾ ഭാഗ്യവാന്മാരാണ്. ചിലർ ചോദിച്ചേക്കാം, ബാബ പച്ചക്കറി ഭക്ഷണവും എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുകയായിരുന്നുവോ എന്ന്. ഉത്തരം വ്യക്തവും ഋജുവുമാണ്. മാംസം കഴിക്കുന്നവർക്ക് മാത്രമേ മാംസം കൊടുക്കൂ. അല്ലാത്തവരെ കൊണ്ട് അത് തൊടിയിക്കുക പോലും ചെയ്യില്ല. അത് കഴിക്കാനുള്ള യാതൊരു താല്പര്യവും അവരിൽ ബാബ സൃഷ്ടിക്കുന്നില്ല. ഗുരു എന്തു പ്രസാദം കൊടുത്താലും ശിഷ്യൻ അത് സ്വീകരിക്കുമോ എന്ന് സംശയിച്ചാൽ നരകത്തിൽ പോവുമെന്ന് ഒരു തത്വമുണ്ട്. ഈ തത്വം ഏതെങ്കിലും ശിഷ്യൻ ഗ്രഹിച്ചിട്ടുണ്ടോ എന്നു നോക്കാൻ ബാബ ചിലപ്പോൾ പല പരീക്ഷണങ്ങൾ നടത്തും. ഉദാഹരണമായി ഒരു ഏകാദശി ദിവസം ബാബ ദാദാ കേൽക്കറെ വിളിച്ച് ഒരു ഉറുപ്പിക കൊടുത്ത് കൊരളയിൽ പോയി മാംസം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. ദാദാ കേൽക്കർ യാഥാസ്ഥിതിക ബ്രാഹ്മണനായിരുന്നു. അയാൾക്ക് ധനധാന്യങ്ങളും വസ്ത്രങ്ങളും മാത്രം സദ്ഗുരുവിന് മാത്രം കൊടുത്താൽ പോരെന്നും അദ്ദേഹത്തിന്റെ കൽപ്പന ക്ഷണത്തിൽ അക്ഷരം പ്രതി അനുസരിക്കുകയാണ് ഏറ്റവും സന്തോഷകരമായ ദക്ഷിണ എന്നും അറിയാമായിരുന്നു. അതുകൊണ്ട് ദാദാ കേൽക്കർ ഉടുപ്പുമാറി മാംസം വാങ്ങാൻ പുറപ്പെട്ടു. അയാൾ പുറപ്പെട്ടത് കണ്ട് ബാബ അയാളെ മടക്കി വിളിച്ചു പരിപാടി റദ്ദാക്കിച്ചു. ഒരിക്കൽ ബാബ ദാദയോട് പുലാവിൽ ഉപ്പ് മതിയോ എന്ന് നോക്കാൻ പറഞ്ഞു. ദാദ സാധാരണ മട്ടിൽ എല്ലാം ശരിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാബ, നീ അത് കണ്ണുകൊണ്ട് കാണുകയോ നാക്കുകൊണ്ട് രുചിക്കുകയോ ചെയ്യാതെ എങ്ങനെ നന്നായെന്നു പറഞ്ഞു? അടുപ്പ് തുറന്നൊന്ന് നോക്കൂ എന്നു പറഞ്ഞ് അയാളുടെ കൈ പിടിച്ച് പാത്രത്തിൽ താഴ്ത്തി. കൈയെടുത്ത് നിന്റെ യാഥാസ്ഥിതിക മനോഭാവം കളഞ്ഞ് ഒരു കഷണമെടുത്ത് നോക്ക് എന്ന് വീണ്ടും പറഞ്ഞു. മാതൃഹൃദയം സ്നേഹാർദ്രമാകുമ്പോൾ കുഞ്ഞിനെ നുള്ളി എന്ന് വരാം. അത് കരയുമ്പോൾ മാറോടടുക്കി പിടിക്കുകയും ചെയ്യും. അതുപോലെ ബാബ യഥാർത്ഥമായും മാതൃനിർവിശേഷം കേൽക്കറെ കൈപിടിച്ചമർത്തിയതാണ്. ഒരു ഋഷിയും ഒരു ശിഷ്യനും നിഷിദ്ധാഹാരം കഴിക്കാൻ അനുവദിക്കില്ല. ഈ പാചകപ്പണി 1910 വരെ നടന്നു. പിന്നീട് നിർത്തലാക്കി. ദാസ്ഗനുവിന്റെ കീർത്തനം കൊണ്ട് ബോംബെ മുഴുവൻ അറിയപ്പെട്ടതോടുകൂടി കണക്കില്ലാതെ ആളുകൾ ഷിർദിയിൽ വരാൻ തുടങ്ങി. അവിടെ തീർത്ഥാടന കേന്ദ്രമായി മാറി. ഭക്തന്മാർ പല കാണിക്കകളും ഭക്ഷണ പദാർത്ഥങ്ങളും നൈവേദ്യങ്ങളും കൊണ്ടുവരാൻ തുടങ്ങി. അവർ കൊണ്ടുവന്ന നൈവേദ്യം ഫക്കീർമാർക്കും ദരിദ്രന്മാർക്കും വേണ്ടുവോളം കൊടുത്തിട്ടും ബാക്കിയാവാൻ തുടങ്ങി. നൈവേദ്യം എങ്ങനെ വിതരണം ചെയ്യുമെന്ന് പറയുന്നതിന് മുമ്പ് ഗ്രാമദേവന്മാരോടുള്ള ബാബയുടെ ബഹുമാനം കാണിക്കുന്ന നാനാ സാഹേബ് ചന്ദോർക്കറുടെ കഥ പറയാം. നാനാ സാഹേബ് ഒരു ദേവനെ അവഗണിച്ചത്. ചില അനുമാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ചിലർ സായി ബ്രാഹ്മണനാണെന്നും ചിലർ മുസ്ലിം ആണെന്നും പറഞ്ഞു. യഥാർത്ഥത്തിൽ അദ്ദേഹം മതാതീതനായിരുന്നു. ആർക്കും അദ്ദേഹം എന്നു ജനിച്ചെന്നോ ഏതു ജാതിക്കാരനെന്നോ മാതാപിതാക്കൾ ആരെന്നോ കൃത്യമായി അറിയില്ല. പിന്നെ എങ്ങനെ അദ്ദേഹം മുസ്ലിമോ ബ്രാഹ്മണനോ ആവും? മുസ്ലിം ആണെങ്കിൽ എങ്ങനെ അദ്ദേഹം ധുനി എന്ന അഗ്നികുണ്ഡം കത്തിച്ചു വെക്കും? എങ്ങനെ തുളസി വൃന്ദാവനം ഉണ്ടാക്കും? എങ്ങനെ ശംഖുവിളിയും മണിയടിയും വാദ്യാഘോഷവും മറ്റു പലതരം ഹിന്ദു ആരാധനകളും അനുവദിക്കും? മുസ്ലിം ആയിരുന്നെങ്കിൽ കാതുകുത്തിയിരിക്കുമോ? അതും പോരെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളെ അവഗണിക്കുന്നത് അദ്ദേഹം ലവലേശം പോലും പൊറുത്തിരുന്നില്ല. ഒരിക്കൽ നാനാ സാഹിബ് തന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവായ ബിനിവാലയോട് കൂടെ ഷിർദിയിലേക്ക് വന്നു. അവർ മസ്ജിദിൽ പോയി ബാബയോട് സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ ബാബ കോപിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇത്ര കാലം എന്നോട് ഇടപെട്ടിട്ട് ഇങ്ങനെ പെരുമാറിയതെന്താണ്? കാര്യം മനസ്സിലാവാതെ ബാബയോട് വിശദമായി പറയാൻ നാനാ സാഹേബ് അപേക്ഷിച്ചു. ബാബ അയാളോട് എപ്പോൾ കോപ്പർഗാവോണിലെത്തി എന്നും എങ്ങനെ ഷിർദിയിലെത്തി എന്നും ചോദിച്ചു. ഉടനെ നാനാ സാഹേബിന് തെറ്റു മനസ്സിലായി. സാധാരണ ഗോദാവരി തീരത്തുള്ള ദത്തക്ഷേത്രത്തിൽ തൊഴുത ശേഷമാണ് ഷിർദിയിൽ വരാറുള്ളത്. ഇക്കുറി ദത്തഭക്തനായ ബന്ധുവേയും അയാൾ ക്ഷേത്ര ദർശനത്തിൽ നിന്ന് മുടക്കി. താമസം ഒഴിവാക്കാൻ നേരെ പോരുകയാണുണ്ടായത്. ബാബയോട് എല്ലാം പറഞ്ഞ് ഗോദാവരിയിൽ കുളിക്കുമ്പോൾ കാലിൽ മുള്ളു തറച്ച് വളരെ വേദനിച്ച വിവരവും വെളിപ്പെടുത്തി.
ബാബ അയാൾക്ക് കിട്ടിയ ഒരു ചെറിയ ശിക്ഷയാണെന്നും മേലാൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും താക്കീത് ചെയ്തു. ഭക്ഷണം കൂട്ടിക്കലർത്തൽ. ഇനി നൈവേദ്യ വിതരണത്തെക്കുറിച്ച് തന്നെ പറയാം. ആരതിക്കു ശേഷം ഭക്തന്മാർക്കെല്ലാം ഉതിയും അനുഗ്രഹവും കൊടുത്തു പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അകത്തുപോയി തൂണുചാരി ഭക്ഷണത്തിനിരിക്കും. അദ്ദേഹത്തിന് ഇരുവശവും ഭക്തന്മാർ വരിവരിയായി ഇരിക്കും. ഭക്തന്മാർ തങ്ങൾ കൊണ്ടുവന്ന പൂരി, പോളി, ബസുന്തി, സൻസ, ചോറ് മുതലായ നൈവേദ്യങ്ങൾ അടങ്ങുന്ന പാത്രങ്ങൾ മുന്നിൽ വയ്ക്കും. ബാബ അതൊക്കെ തൊട്ടു പരിശുദ്ധമാക്കുന്നതുവരെ അവർ പുറത്ത് നിൽക്കും. എല്ലാ ഭക്ഷണവും ഒന്നിച്ചൊരു പാത്രത്തിലിട്ട് ബാബയുടെ മുന്നിൽ വയ്ക്കും. അദ്ദേഹം അതെല്ലാം ദൈവത്തിനു നിവേദിച്ച് പരിശുദ്ധമാക്കും. ഒരു ഭാഗം പുറത്ത് നിൽക്കുന്നവർക്ക് കൊടുത്ത് ബാക്കി ബാബയും അകത്തിരിക്കുന്നവരും കൂടി കഴിക്കും. രണ്ടു വരിയായിരിക്കുന്നവർ സുഖമായി ഭക്ഷിക്കും. ബാബ ശ്യാമയോടും നാനാസാഹേബ് നിമോൻകാറിനോടും അകത്തിരിക്കുന്നവർക്ക് ഭക്ഷണം വിളമ്പി അവർക്ക് വേണ്ടത്ര കൊടുക്കാൻ നിർദ്ദേശിക്കും. ഇതവർ ശ്രദ്ധാപൂർവം സന്തോഷകരമായി നിർവഹിക്കും. കഴിക്കുന്ന ഭക്ഷണം ഉന്മേഷവും സംതൃപ്തിയും പ്രദാനം ചെയ്യും. അത്രമാത്രം സുഖകരവും പരിപൂരിതവുമായ ഭക്ഷണം ആയിരുന്നത്. എന്നും മംഗളകരവും എന്നും പരിപൂരിതവുമായത്. ഒരു കോപ്പ മോര്. ഒരിക്കൽ ഹേമത് പാന്ത് ഈ സംഘത്തിനൊപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ബാബ ഒരു കോപ്പ മോര് കൊടുത്തു. അതിന്റെ വെള്ള നിറം സുഖകരമായിരുന്നെങ്കിലും ഒട്ടും കഴിക്കാൻ വയറ്റിൽ കൊള്ളില്ലായിരുന്നു. ഒന്നു മോന്തിയപ്പോൾ വളരെ സ്വാദു തോന്നി. അയാളുടെ ശങ്ക കണ്ടപ്പോൾ ബാബ പറഞ്ഞു, മുഴുവൻ കുടിച്ചു കൊള്ളുക. ഇങ്ങനെ ഒരവസരം ഇനി കിട്ടില്ല. അയാൾ അത് മുഴുവൻ കുടിച്ചു. ബാബയുടെ വാക്കുകൾ അർത്ഥവത്തായിരുന്നു. കാരണം അദ്ദേഹം വേഗം സമാധിയായി. പ്രിയ വായനക്കാരെ, നമുക്ക് തീർച്ചയായും ഹേമത് പാന്തിനോട് നന്ദിയുണ്ടായിരിക്കണം. അദ്ദേഹം ഒരു കോപ്പ മോര് കുടിച്ചതിനു പകരം തന്നത് ധാരാളം സായി ലീലാമൃതമാണ്. നമുക്ക് കോപ്പ കണക്കിന് ഈ അമൃതം പാനം ചെയ്തു സംതൃപ്തരും സന്തുഷ്ടരുമാവുക. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.